ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തോറ്റു. ഐഎസ്എല്ലിന്റെ ആദ്യത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു 2-0. രണ്ടാമത്തെ ഗോള് വെറുതെ വീണതാണ് എന്റെ അഭിപ്രായം. പക്ഷെ പലരും പറയുന്നത് തോറ്റുകൊണ്ട് തുടങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സൂക്ഷിക്കണമെന്നാണ്. പക്ഷെ ഇത്തവണ സൂക്ഷിക്കാനൊന്നും ഇല്ല. കാരണം ഈ സമയത്ത് ചെറിയ ലീഗ് ടൈപ്പ് ആണ് എടുക്കുന്നത്. അപ്പൊ വിജയത്തിന് നല്ല ഇത് വേണം. അതെ, വിജയിച്ച് തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ ഈ തവണ. സോ കാരണം ലീഗ് ഫോർമാറ്റ് ആണ്. പോയിന്റ് ടേബിൾ ആരാണോ മുന്നിൽ അവരായിരിക്കും കപ്പടിക്കാം. പക്ഷെ പുതിയ പ്ലേയേഴ്സ് ഹോപ്പ് തരുന്നുണ്ട്. അതെ, കെവിൻ യോക്ക് ലാസ്റ്റ് 86-ാം മിനിറ്റിൽ ഇറങ്ങി. പുള്ളി കുറച്ച് നന്നായിട്ട് കളിച്ച പോലെ ഫീൽ ചെയ്തു. ഒരു 80 മിനിറ്റിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് നോണായി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീവൻ കൊടുത്തത് കെവിൻ യോക്കാന്ന് എനിക്ക് തോന്നി. മെയ്ഡ് ഇൻ ഫ്രാൻസ്. പുതിയ ബെൽഫോർട്ട് എന്നല്ല, സൗദിയിൽ റൊണാൾഡോ ഇറങ്ങി. റൊണാൾഡോ ഈസ് ബാക്ക്. അതെ, പുള്ളി തെറ്റൊക്കെ മാറി അണ്ണൻ വീണ്ടും ഇറങ്ങിയ പോലെയാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇറങ്ങി 18ാമത്തെ മിനിറ്റ് ഗോൾ അടിച്ചു. ഗോൾ മെഷീൻ ഫോർ റേസ്. എന്ത് തേങ്ങയാണാവും. വേറൊരു കാര്യം, ലാലിഗയില് മാഡ്രിഡ് 1-ാമതായി. അതെ, 4-1 റയൽ സോസിഡഡിനെ അടിച്ചു, അരം പറ്റിച്ചു. സോ ടോപ്പ് ഓഫ് ദ ടേബിൾ ആണ്. അതിന്റെ തൊട്ടടിയിൽ ഞങ്ങളുണ്ട്, ബാസക്കാരുണ്ട്. പേടിക്കാനൊന്നുമില്ല. അടുത്ത കളി ജയിച്ചാൽ നമ്മൾ മുകളിലാവും. നോക്കാം നമുക്ക്. അതെ, റൊണാൾഡോക്ക് ഈ 38 ഗോൾ മതി. 1000 ഗോൾ എന്നുള്ളൊരു ടാർഗറ്റ്. 41-ാമത്തെ വയസ്സിൽ ആദ്യത്തെ മത്സരമായിരുന്നു ഇന്നലെ. വെറും സംഖ്യയാണ് 41. നമ്പർ. എന്തായാലും അതാണ് ഇന്നത്തെ വിശേഷം.